ഇന്നത്തെ എൻ്റെ വീഡിയോ റൈസ് വെക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ചിക്കനോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മൂമ്മയൊന്നും ചിക്കനൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇതിനോടൊപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പച്ചക്കറി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ നീളമുള്ള അരിയാണ് മേടിച്ചിരിക്കുന്നത്. പലയിടത്തും പല റേറ്റായിരിക്കും. പരിപ്പും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ ചേർക്കാൻ ഞാൻ കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി തൊലികളൊന്നും എടുക്കണം. ഇനി പിന്നെ ഗ്രീൻ പീസാണ് കേട്ടോ. ഗ്രീൻ പീസ് ഇത് കുതിർത്ത ഗ്രീൻ പീസാണ്. ചാലയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാറില്ല. ഇതിന് കുതിർത്തെങ്കിലും നമുക്ക് വേവിക്കണം. ഇതൊന്ന് കഴുകിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഒരു പച്ച നിറമായിരിക്കും. അപ്പോൾ കഴുകിയതിന് ശേഷം നമുക്കിത് വെക്കുന്നത്. ഇത് ഇത്രയും കൂടെ 20 രൂപയാണ്. ഞാൻ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, 2 തൊണ്ടമുളക്, പിന്നെ കറിവേപ്പില, മല്ലിയില, ഒരു സവാളയല്ല, ഞാൻ വേറെ സവാള എടുക്കും. 2 സവാളയെങ്കിലും ചേർക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇതിൽ ഒരു സവാള എടുത്ത് വെച്ചിട്ടുള്ളൂ. അതുപോലെ കുറച്ച് ശകലം പീസ് ക്യാബേജ്. ഒരുപാട് ക്യാബേജ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് ഞാനെടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും കൂടെ വെച്ചിട്ട് നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. റൈസ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. അതൊന്ന് വെന്ത് വരട്ടെ. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി വെക്കാം. കഴുകിയാണ് ഞാനെടുത്ത് ഇവിടെ അറപ്പി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു അടപ്പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. എൻ്റെ ഗ്രീൻ പീസ് കൊണ്ട് ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാത്രത്തിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമാണ്. സ്ഥിരം നമ്മൾ വെക്കുന്നുണ്ട് ഏകദേശം ഒരളവ് നമുക്കറിയാം കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളം വെച്ചു. സാധാരണ വെള്ളത്തിൽ എല്ലാവരും നെയ്യ്, പിന്നെ ഗ്രാമ്പു അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ചേർക്കാറുണ്ട്. ഞാനിവിടെ ഏലക്ക, ഗ്രാമ്പു ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കുരുമുളകൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എടുത്ത് നുള്ളിപ്പറക്കി ഇങ്ങനെ മാറ്റണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇവിടെ പൊതുവെ വെക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. അപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് വെക്കുന്നത്. പിന്നെ ആണെങ്കിൽ പറയുവാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതിനോടൊന്നും അത്ര താല്പര്യമില്ല. എല്ലാം നുള്ളിപ്പറക്കി കളയുന്ന രീതി. അപ്പം നമ്മൾ പിന്നെ കൂട്ടിനിരിക്കണം, അത് നുള്ളിപ്പറക്കാനൊക്കെ ഇരിക്കണം. അതുകൊണ്ട് ഞാനതൊന്നും എടുക്കുന്നില്ല. ഞാൻ വെള്ളം അടപ്പേ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി എല്ലാം റെഡിയാക്കി ഇതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് തട്ടിയിടുകയാണ്. വെള്ളം ഇവിടെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ അരി ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. അരി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ച് വെക്കാം. ഒന്ന് വെന്ത് അടപ്പാത്രം ഒന്ന് മാറ്റി നോക്കാം. റൈസ് കണ്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അരിയിലെ വെള്ളം ഞാൻ ഊറ്റി കളയുന്നില്ല, ഇത് വറ്റിച്ച് തന്നെയാണ് എടുക്കുന്നത്. വെച്ചിരുന്ന് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ഇട്ട് വേവിച്ചെടുക്കാമേ. നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ശകലം വെള്ളത്തോടെ ചേർത്തെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ. ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അരിഞ്ഞ് വെച്ച് 2 തൊണ്ടമുളകും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. ശകലം ഉപ്പും കൂടി ഇതിനെടുക്കുന്നുണ്ട്. അതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. നമ്മുടെ ക്യാബേജ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഗ്രീൻ പീസ് ഉള്ളി മൂപ്പിച്ച് വെച്ചതും പിന്നെ ഈ ക്യാബേജും ഇത് ഇത്രയും കൂടെ നമുക്ക് നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ഉള്ളി മൂപ്പിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ട് വേണം കേട്ടോ. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് മാറ്റിയൊന്നും വെക്കുന്നില്ല. എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വേവിച്ചത് എല്ലാം കൂടെ തട്ടിയിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഇളക്കുന്നുള്ളൂ കേട്ടോ. ഗ്രീൻ പീസ് ക്യാബേജും ഇവിടെ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വേണം അടുത്ത അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും വറക്കാനായിട്ട്. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും വറുത്തിട്ടില്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നമുക്കിനി പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഈ മുന്തിരി അങ്ങനെ ഒന്നും ഐറ്റംസ് ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി റൈസിൻ്റെ കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലിൻ്റെയും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചൂടാക്കിയെടുത്ത് വറുത്തെടുക്കുക. നെയ്യിൽ തന്നെ കപ്പലിൻ്റെ തട്ടിയിടുന്നു. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കപ്പലണ്ടി ഇവിടെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ നെയ്യോട് കൂടി തന്നെ അതിലേക്ക് ചരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് മൂക്കണ്ട. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചരിച്ചൊഴിക്കാം. ഇട്ടിട്ടു ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ക്യാരറ്റും കൂടെ ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. ശകലേ ഞാൻ ഇടുന്നുള്ളൂ. കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല, എനിക്കും പൊതുവെ ഇഷ്ടമല്ല. ഞാനും ഇത് നുള്ളിപ്പുറകെ കളയത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഞാൻ ഇത്തിരി മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് വരാം. എൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സലാഡിന് വേണ്ടി ഞാനിവിടെ കടുക് വറക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. സാലഡിന് വേണ്ടി ഞാനിവിടെ ആണെങ്കിൽ ദാണ്ട് കടുക് വറുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ സാലഡിന് കടുക് വറക്കാറുണ്ട്. അപ്പോൾ കടുക് വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ കുക്കുംബറോ തക്കാളി അങ്ങനെയുള്ള പച്ചക്കറികൾ ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കാറില്ല. ഇവർക്ക് കൂടുതലും സവാള കൂടുതലും അരിഞ്ഞ് ചേർക്കുന്നതിനോടാണ് താല്പര്യം. അതുപോലെ 2 തൊണ്ടമുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തൈരും, ഇത് 3 കൂടെ മതിയാവും. അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് സാലഡ് തയ്യാറാക്കിയിട്ട് വരാം. നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഞങ്ങൾക്ക് തട്ടിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര കട്ടിക്ക് വേണം കേട്ടോ. ഇവിടെ ഒരുപാട് ലൂസ് ആവുന്നതിനോട് താല്പര്യമില്ല. ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.